നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ബുക്ക് ഓഫ് മർക്കോസിൻ്റെ സുവിശേഷമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാഠം 7, ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗം 1 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭാഗം 2 പാഠം 8 നമ്മൾ നോക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ മനപ്പാഠ വാക്യം നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പാഠം പഠിക്കുവാനും അത് നല്ല നിലത്ത് വീണ വിത്തുകളായി തീരുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ ജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തരണമേ. ഏറ്റവും ഉചിതവുമായി അത് പഠിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ആ ഉപദേശങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്കും ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് കൃപയോടെ പ്രാർത്ഥനയായിട്ട് ഉത്തരവാറുമാറാണമേ. ആമേൻ. ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ 6-ാമത്തെ പാഠം വരെ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വാക്യം വരെയാണ് നോക്കിയത്. ഇന്ന് നമ്മൾ 8-ാമത്തെ അധ്യായം 22-ാം വാക്യം മുതലാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ശബദ സായാഹ്നം എന്ന ഭാഗത്തിൽ നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം നോക്കുമ്പോൾ അറിയാം, ഇത് 2 പകുതിയായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് മുഴുവൻ 16 സുവിശേഷങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് ഉള്ളത് പഠിപ്പിക്കുന്നു. അടുത്ത ഭാഗത്തിൽ യേശുവിൻ്റെ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു ആരാണെന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളെല്ലാം പഠിച്ചു. യേശു മശിഹയാണ്, അവൻ സർവ്വശക്തനാണെന്ന് പഠിച്ചു. ഇവിടെ യേശു പറയുന്നു, പത്രോസിനോട് ചോദിച്ചു, യേശു ആരാണെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയുണ്ടായി, ക്രിസ്തു ആണ് എന്ന് പറയുകയുണ്ടായി. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ഞായറാഴ്ചത്തെ ഭാഗം തലക്കെട്ടിങ്ങനെയാണ്, വ്യക്തമായി കാണുന്നു. ഇതിൽ നമുക്ക് വായിക്കാനുള്ള വേദഭാഗം മർക്കോസ് 8-22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. വായിക്കാം. അവൻ ബെത്സദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമേ എന്ന് അപേക്ഷിച്ചു. അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ട്, നീ ഊരിൽ കടക്കുക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഇവിടെ ബെത്സേദ എന്ന് പറയുന്ന ഒരു പട്ടണം, ഇത് ഗലീലയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ബെത്സേദയെ പറ്റി നോക്കുകയാണെങ്കിൽ അവിശ്വാസികളുടെ ഒരു സ്ഥലമായിരുന്നു ഈ ബെത്സേദ. അപ്പോൾ ഇവിടേക്ക് പക്ഷേ ഇവിടുന്ന് തന്നെ യേശുവിൻ്റെ 5 ശിഷ്യന്മാരെ യേശു വിളിക്കുകയുണ്ടായി. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, അങ്ങനെ. അപ്പോൾ ഈ അവിശ്വാസികളുടെ നാടായ ഈ ബെത്സേദ എന്ന വാക്ക് ഒരു അരാമിയ ഭാഷയിൽ നിന്നും രൂപപ്പെടുത്തിയതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ഫിഷിംഗ് അഥവാ പ്ലേസ് ഓഫ് ഫിഷിംഗ് എന്നാണ്. മത്സ്യബന്ധനത്തിൻ്റെ ഒരു വീട് എന്നാണ് ഈ ബെത്സേദ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ബെത്സേദയിൽ എത്തിയപ്പോൾ കർത്താവ് ഒരു കുരുടനെ കണ്ടു. അപ്പോൾ ആ കുരുടൻ പറഞ്ഞു, എന്നെ തൊടയണമേ എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു ആ കുരുടൻ്റെ കൈക്ക് പിടിച്ച് ആ ബെത്സേദ എന്ന ദേശത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി, എന്നിട്ട് അവൻ്റെ മേൽ കൈവച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ഈ കുരുടനോട് ചോദിച്ചു. അപ്പോൾ ആ കുരുടൻ പറഞ്ഞു, ഞാൻ മനുഷ്യൻ മരങ്ങൾ നടക്കുന്നത് പോലെ നടക്കുന്നുവെന്ന്. അതായത് അവൻ്റെ കാഴ്ച അവിടെ വ്യക്തമായില്ല. നമുക്കറിയാം, വചനം പഠിക്കുമ്പോൾ കർത്താവ് പല സ്ഥലങ്ങളിൽ കുരുടനെ സൗഖ്യമാക്കിയത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്ന ഈ ഒരു സംഭവം ഈ ഒരൊറ്റ ഭാഗത്ത് മാത്രമേ വിവരിക്കുന്നുള്ളൂ. ഇവിടെ കർത്താവ് 2 പ്രാവശ്യം ഈ കുരുടനെ തൊട്ടതായി നമുക്ക് കാണാം. അതായത് അതിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ്റെ മേൽ കൈവച്ച് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മനുഷ്യൻ മരങ്ങൾ നടക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം വീണ്ടും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചു. ഇങ്ങനെ കർത്താവ് അവിടെ 2 പ്രാവശ്യം സ്പർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടായിരിക്കാം കർത്താവ് അങ്ങനെ 2 പ്രാവശ്യം ഈ കുരുടനെ തൊട്ടത്? ആ 2 സ്പർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി സമയമെടുക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ കർത്താവ് 2 തവണ ആ കുരുടനെ തൊടുവാനിടയായത്. ഇനിയും അതായത് യേശുവിൻ്റെ ഉപമകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, ആ ആത്മീയ ജ്ഞാനം നമ്മളിലേക്ക് എത്തുവാൻ അല്പം സമയമെടുക്കുമെന്ന് യേശു ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. വീണ്ടും നമുക്ക് താഴോട്ട് നോക്കാം.
അതിൻ്റെ 27-ാം വാക്യം, അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിൻ്റെ കൈസർക്കടുത്ത് ഊരുകളിലേക്ക് പോയി വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഈ ജനങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? അപ്പോൾ ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന്, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, മറ്റു ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന്. എന്നാൽ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതിന് പത്രോസ്, നീ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞു. ഇതേ സംഭവം തന്നെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ യേശു പത്രോസിനോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് ചോദിക്കുന്നതിന് പത്രോസ് ഇങ്ങനെ ഉത്തരം പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. അപ്പോൾ മർക്കോസിനെ സംബന്ധിച്ച് വായനക്കാർക്ക് ഏറ്റവും ചുരുക്കമായ രീതിയിലാണ് മർക്കോസ് പറഞ്ഞു നൽകുന്നത്. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്ന ഒരു വായനക്കാരെ സംബന്ധിച്ച് ആദ്യ വാക്യത്തിൽ തന്നെ ക്രിസ്തു ആരാണെന്ന് അല്ലെങ്കിൽ യേശു ആരാണെന്ന് നമുക്ക് വരച്ചു കാട്ടുന്നു. ഇങ്ങനെയാണ് തുടങ്ങുക മർക്കോസ് 1:1, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. എന്നാൽ മറ്റു പല സുവിശേഷങ്ങളിലും ഒരു വംശാവലി പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സുവിശേഷത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ മർക്കോസ് വളരെ ചുരുക്കി ദൈവം ആരാണ്, യേശു എന്താണ്, യേശുവിൻ്റെ യാത്ര എങ്ങനെയാണെന്ന് വായനക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് കർത്താവ് പത്രോസിനോട് ചോദിച്ചു, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന്. അതിന് ശിഷ്യന്മാർ പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തു ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ ഖണ്ഡിതമായി പറഞ്ഞു. എന്നാൽ യേശു അവിടെ പറയുകയാണ്, ഇത് നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അന്ന് റോമ ഭരണം അട്ടിമറിക്കുവാനായി മുഖമുദ്രകൾ വന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ റോമാക്കാരുടെ ഭരണത്തെ അട്ടിമറിക്കുവാൻ വന്ന ഒരു മശിഹയല്ല, മറിച്ച് അവൻ്റെ വിളി അനന്യതയിൽ നിശബ്ദനാകുവാനാണ്. അപ്പോൾ യേശു ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വന്ന ഒരു മശിഹയല്ല, മറിച്ച് അവൻ്റെ ആ യാത്രയെപ്പറ്റി മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും യേശു ആരാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മനുഷ്യനായ നമ്മുടെ പാപങ്ങൾ ഏറ്റ് ക്രൂശിൽ മരിക്കുവാനായുമാണ് അവൻ വന്നത്. അവൻ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് നമുക്ക് അവൻ ആരാണെന്ന് വ്യക്തമാക്കി തരികയാണ് ചെയ്തത്. ഈ ഭാഗത്തിൽ അത്രയേ ഉള്ളൂ, വ്യക്തമായി കാണുന്നു. അടുത്തത് തിങ്കളാഴ്ചത്തെ ഭാഗമാണ്. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ തലക്കെട്ട് ശിഷ്യത്വത്തിൻ്റെ വില. ശിഷ്യത്വത്തിൻ്റെ വില എന്ന ഭാഗത്തിൽ നമുക്ക് വായിക്കുവാനുള്ളത് മർക്കോസ് 8:31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെ അല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യേശു ക്രിസ്തു തൻ്റെ യാത്രയെപ്പറ്റി ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്, തൻ്റെ മരണത്തെപ്പറ്റി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മരണത്തെപ്പറ്റി ഉപദേശിച്ചപ്പോൾ പത്രോസ് ഓടി വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു. അതായത് ഈ ലോകമാവുന്ന ചിന്തയിലൂടെ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ വാക്കുകളാണ്, യേശു പറഞ്ഞ വാക്കുകളാണ്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെ അല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ദൈവത്തെ നമ്മൾ എങ്ങനെ അനുഗമിക്കണമെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. യേശുവിനെ നമ്മൾ തന്നെത്താനെ ത്യജിച്ചിട്ട് വേണം അനുഗമിക്കുവാനായി പോകുവാൻ. ക്രൂശ് എടുത്ത് വേണം അവനെ അനുഗമിക്കുവാൻ. ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടതയുടെ അല്ലെങ്കിൽ സഹനത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ആ കഷ്ടതയും സഹനവും സഹിക്കുവാൻ നമ്മൾ തയ്യാറാണോ? അന്ന് റോമാക്കാരുടെ ഇടയിലെ ഏറ്റവും ക്രൂരമായ ഒരു ശിക്ഷയായിരുന്നു ഈ ക്രൂശ്. അപ്പോൾ ആ ക്രൂശ് എടുക്കുവാൻ അധികം ആരും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു ആ റോമാക്കാരുടെ ഏറ്റവും വലിയ ശിക്ഷയാണ് പാപികളായ നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്. അപ്പോൾ നാം അവനെ എങ്ങനെ അനുഗമിക്കണമെന്നാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നാം യേശുവിനെ അനുഗമിക്കണമെങ്കിൽ തന്നെത്താനെ ത്യജിച്ച് ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുക. അടുത്തതായി നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടക്കാം. മലയും പുരുഷാരവും. ഇവിടെ നമുക്ക് വായിക്കുവാനായുള്ളത് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നതും കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. ഇവിടെ കർത്താവ്
തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള 6 ദിവസത്തിന് ശേഷം പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ യേശു രൂപാന്തരം പ്രാപിച്ചു. അങ്ങനെ ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വണ്ണം വെളുപ്പുള്ള വസ്ത്രമായിരുന്നു യേശുവിൻ്റേത്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിനെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കറയും കളങ്കവുമില്ലാത്ത ആ ഒരു സ്വഭാവത്തെ നമ്മളെ വരച്ചു കാട്ടുകയാണ്. അങ്ങനെ ശിഷ്യന്മാർ ഇത് കണ്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വണ്ണം അത്ര വിശുദ്ധിയുള്ള, അത്ര വെളുപ്പായിരുന്നു കർത്താവിൻ്റെ വസ്ത്രം. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംസാരിച്ചു കൊണ്ട് ഇരുന്നു. ആ സമയത്ത് ഏലിയാവും മോശയും അവിടെ ആ മലയിൽ പ്രത്യക്ഷനായി. അങ്ങനെ യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ വന്നതെന്ന്. ന്യായപ്രമാണത്തിൻ്റെ പ്രതീകമായ മോശയും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പ്രതീകമായിട്ടുള്ള ഏലിയാവിനെ നമുക്കിവിടെ കാണാം. കർത്താവ് അവരെ നീക്കുവാനല്ല വന്നത്, മറിച്ച് നിവർത്തിപ്പാൻ അത്രേ വന്നത്. അപ്പോൾ പത്രോസ് ഉടനെ യേശുവിനോട് പറയുകയാണ്, റബ്ബി, ഞാൻ 3 കുടിലുകൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, അതുപോലെ തന്നെ ഒന്ന് മോശയ്ക്കുമെന്ന്. താൻ എന്ത് പറയേണ്ടോ എന്ന് അവൻ അറിഞ്ഞില്ല. അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അവർ അത്രയും ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മേഘം വന്നിട്ട് ഏലിയാവിനെ മോശയെ മൂടിക്കളഞ്ഞു. എന്നിട്ട് ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. അതായത് ഇവർക്കല്ല, കർത്താവായ യേശു ക്രിസ്തുവിന് ചെവി കൊടുപ്പീൻ എന്നൊരു അശരീരി അവർ കേൾക്കുകയുണ്ടായി. മേഘത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളുടെ കൂടെ യേശു മാത്രമല്ലാതെ വേറെ ആരെയും കണ്ടില്ല. ഈ ശബ്ദം കേട്ട് അവർ നോക്കുമ്പോൾ യേശു അല്ലാതെ അവരുടെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. വീണ്ടും നമുക്ക് തുടർന്ന് വായിക്കാം. അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുത് എന്ന് അവരോട് കൽപ്പിച്ചു. ഇവർ ഈ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും യേശു പറഞ്ഞു, ഇവിടെ കണ്ടത് മനുഷ്യപുത്രൻ മരിച്ചിട്ടല്ലാതെ നിങ്ങൾ ഇത് ആരോടും പറയരുതെന്ന്. അപ്പോഴും ശിഷ്യന്മാർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അവർ തമ്മിൽ മനുഷ്യപുത്രൻ മരിച്ചിട്ട് എഴുന്നേൽക്കുകയോ, അവർക്കതിൻ്റെ ആ ഒരു അർത്ഥത്തെ മനസ്സിലാക്കുവാൻ അന്ന് സാധിച്ചിരുന്നില്ലായിരുന്നു. ഏലിയാവ് മുമ്പേ വരേണ്ടതിനെന്ന് ശാസ്ത്രിമാർ വാദിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യേശു, ഏലിയാവ് മുമ്പേ വന്ന് സകലവും യഥാസ്ഥാനത്താക്കുന്നു, സത്യം. ഏലിയാവ് മുമ്പേ വന്ന് എല്ലാം യഥാസ്ഥാനത്താക്കുന്നു, ഇത് മനുഷ്യപുത്രനെ കുറിച്ച് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അവർക്കത് അത്ര വ്യക്തമായി കാണത്തില്ല. പിന്നീട് അത് മനസ്സിലായി കാണും. അവരിങ്ങനെ അതിലൊരു ആശങ്കാകുലരായി നിന്നു. ആരാണ് മനുഷ്യപുത്രൻ മരിച്ചിട്ട് എങ്ങനെ എഴുന്നേൽക്കും എന്നുള്ള രീതിയിൽ. പിന്നീട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവർ വളരെ കഷ്ടപ്പെടുകയും ധിക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടി വരും. അതായത് മനുഷ്യപുത്രനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവൻ വളരെ കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുകയുണ്ടായി. ഇനി ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് വലിയവൻ? നമ്മുടെ തലക്കെട്ട് പോലെ തന്നെ നമുക്കും പല സമയങ്ങളും വലിയവനാണോ, നമ്മളിൽ ആരാണ് വലിയവൻ, ഇതേ ഒരു കൺഫ്യൂഷൻ തന്നെ ശിഷ്യന്മാർക്കിടയിലും ഉണ്ടായി. നോക്കാം, ആരാണ് വലിയവൻ? മർക്കോസ് 9-ാം അധ്യായം അതിൻ്റെ 30 മുതൽ 41 വരെയുള്ള വാക്ക്. അവിടെ നിന്ന് അവർ പുറപ്പെട്ട് ഗലീലയിൽ കൂടി സഞ്ചരിച്ച് അതാരും അറിയരുത് എന്ന് അവർ ഇച്ഛിച്ചു. അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവൻ അവനെ കൊല്ലും, കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവനോട് ചോദിപ്പാൻ ഭയപ്പെട്ടു. എന്നാൽ ഇവര് പിന്നീട് ഗലീലയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ അവരാരും അറിയരുതെന്ന്, അതായത് മറ്റാരും ഈ കാര്യം അറിയരുതെന്ന് യേശു ആഗ്രഹിച്ചു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും എന്നൊക്കെ യേശു തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുകയാണ്. കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞു. പക്ഷെ ശിഷ്യന്മാർ ആ വാക്കുകളൊന്നും ഗ്രഹിച്ചില്ല. എന്നാൽ യേശുവിനോട് അതെന്താണ്, അത് കുറച്ചും കൂടെ വ്യക്തമാക്കി തരുമോ എന്ന് ചോദിക്കുവാനും അവർ ഭയപ്പെട്ടു. അവൻ കഫർനഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചതെന്ത്? അതായത് ഇവരിങ്ങനെ കഫർനഹൂമിൽ വീട്ടിലിരുന്നപ്പോൾ യേശു ഈ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ വാദിക്കുന്നത് ഞാൻ കേട്ടു. വഴിയിൽ വെച്ച് വാദിച്ചുകൊണ്ട് മിണ്ടാതെയിരുന്നു. അവർ 12 വിളിച്ച്, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണമെന്ന് പറഞ്ഞു. ഇവര് ഇങ്ങനെ ഗലീലയിൽ കൂടി സഞ്ചരിച്ച് നടന്നപ്പോൾ ശിഷ്യന്മാർക്കിടയിൽ ഒരു സംസാരമുണ്ടായി, നമ്മളിൽ ആരാണ് വലിയവൻ?
ഒരുപക്ഷെ കർത്താവ് മലയിൽ കൊണ്ടുപോയപ്പോൾ യോഹന്നാനെയും പത്രോസിനെയും ഒക്കെ കൊണ്ട് മാത്രം 3 പേരെ മാത്രം കൊണ്ടുപോയത് കൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത്. നമ്മളിൽ ആരാണ് വലിയവൻ എന്നൊരു ചർച്ച. പക്ഷെ അവർ കരുതി യേശു ഇതൊന്നും കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ യേശു അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കഫർനഹൂമിൽ വന്ന് ഭവനത്തിൽ ഇരിക്കുമ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്താണ് വഴിയിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചത്? എന്നിട്ട് യേശു അവർക്കൊരു ഉപദേശം കൊടുത്തു. അതിന് 35-ാം വാക്യം, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനാകും. നമ്മൾ മുമ്പന്മാരാകാൻ ശ്രമിച്ചാൽ നമ്മൾ പിൻപന്മാരായിക്കൊണ്ടേയിരിക്കും, അല്ലേ? നമ്മൾ ഒരിക്കലും വലിയവനാകുവാനല്ല, ദാസനായിരിക്കുവാനാണ് യേശുവിന് ഇഷ്ടം. ഇനിയും ഇവിടെ ചെറിയവരിൽ എന്നൊരു വാക്യമുണ്ട്. അതായത് അതിൻ്റെ 42 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ ബുധനാഴ്ചത്തെ ഭാഗത്തിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യം മിക്ക ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ ഇത് തല കീഴായി വരും. ദൈവരാജ്യത്തിൽ വലിയവനാകുവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയവനായിത്തീരും. ഇങ്ങനെ പറഞ്ഞപ്പോൾ യേശു നമ്മുടെ ശിഷ്യന്മാർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്ത് അവർ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെയും കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. യേശു ഉപദേശിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു ശിശുവിനെ തൻ്റെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു. ശിശുവിനെ നമ്മൾ കാണുമ്പോൾ അവൻ ചെറിയ കുട്ടിയാണ്, ചെറിയവനാണ് എന്ന് ലോകകരമായി നമുക്കൊരു ചിന്തയുണ്ട്, അല്ലേ? പക്ഷെ കർത്താവ് ഒരു ശിശുവിനെ അടുത്ത് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെയും കൈക്കൊള്ളുന്നു. ഈ ശിശുവിനെ കൈക്കൊള്ളുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്നെയും കൈക്കൊള്ളുന്നു. ഇനി നിങ്ങൾ എന്നെ കൈക്കൊള്ളുവാൻ തയ്യാറാകുന്നെങ്കിൽ എന്നെ അല്ല, മറിച്ച് എന്നെ അയച്ചവനെ നിങ്ങൾ കൈക്കൊള്ളുന്നു എന്ന് ശിഷ്യന്മാരെ അവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് തുടർന്ന് വായിക്കുകയാണെങ്കിൽ, യോഹന്നാൻ അവനോട്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, അവനെ നമ്മെ അനുഗമിക്കയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു പറഞ്ഞത്, അവനെ വിരോധിക്കരുത്. എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറയുവാൻ കഴിയുന്നവർ ആരുമില്ല. അതായത് പിന്നെ യേശു അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ നാമം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കുറ്റം പറയുവാനോ ദുഷിച്ചു പറയുവാനോ ആ വ്യക്തിക്ക് ഉടൻ തന്നെ കഴിയുകയില്ല എന്നും, അതുപോലെ തന്നെ വലിയവനാണെന്നുള്ള ചിന്ത നമുക്ക് വേണ്ട, അത് നല്ലതല്ല എന്നും, ഈ ലോകത്തിൽ നാം വലിയവനാകുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നാം ഏറ്റവും ചെറിയവനായി തീരുമെന്നും കർത്താവ് അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് വലിയവനാകുവാനല്ല, ദൈവത്തിൻ്റെ ദാസനായിരിക്കുവാൻ അത്രേ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അടുത്തത് വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൽ നമ്മുടെ തലക്കെട്ട് നരകത്തിലെ ആരോഗ്യമുള്ള മനുഷ്യൻ. ഇവിടെ നമുക്ക് വായിക്കുവാനുള്ളത് 9-ാം അധ്യായം അതിൻ്റെ 42 മുതലുള്ള വാക്യങ്ങളാണ്. എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തരിക്കല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവനേറെ നല്ലത്. അതായത് ഇവിടെ ചെറിയവർ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ചെറിയവർ എന്ന് പറഞ്ഞാൽ അതായത് പുതിയതായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് യേശുവിനെ സ്വീകരിച്ച് പുതിയതായി വന്നവരെയാണ് ചെറിയവർ എന്നിവിടെ പറയുന്നത്. അല്ലാതെ ദൈവസന്നിധിയിൽ വലിയവനോ ചെറിയവനോ ഇല്ല. എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ, അതായത് പുതിയതായി യേശു എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് യേശു എന്ന മശിഹയെ ക്രിസ്തുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് പുതുതായി വന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല? ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തരിക്കല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് നല്ലത്. അങ്ങനെയുള്ളവരെ തെറ്റിക്കാനായിട്ട് അനേക വിശ്വാസികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ കാണും. എന്താണ്? പുതുതായി വന്ന ഒരാൾ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾക്ക് വേറെ പള്ളിയില്ലേ? നമ്മുടെ ഇടയിലുള്ളവർ തന്നെ അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെ ആ പുതുതായി വന്നവരെ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരെ കടലിൽ ഇട്ട് കളയുന്നത് നല്ലത് എന്ന് യേശു പറയുകയാണ്. അപ്പോൾ യേശു അനേക ഉപമകളാണ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ തലക്കെട്ടിൽ നരകത്തിൽ ആരോഗ്യമുള്ള മനുഷ്യൻ, ഈ ഒരു തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു ചിന്തയുണ്ടാകും. നരകത്തിൽ എങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യനുണ്ടാകുക എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ അതാണ് നമ്മൾ വായിച്ചു നോക്കാൻ പോകുന്നത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുകയാൽ അതിനെ വെട്ടിക്കളയുക. നമ്മുടെ കൈയാണ് നമുക്ക് ഇടർച്ച വരുത്തുന്നതെങ്കിൽ കർത്താവ് പറയാണ് അതിനെ വെട്ടിക്കളയുക. ഊനനായി ജീവനിൽ കടക്കുന്നതിലും 2 കൈയുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നത് നിനക്ക് നല്ലത്. അതായത് നമ്മുടെ കൈ നമുക്ക് അകൃത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കൈ വെട്ടിക്കളയുക. ഊനനായി നമ്മൾ നിത്യതയിലേക്ക് ജീവനിലേക്ക് പോകുന്നതിലും നല്ലത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പോകുന്നത് നല്ലത്. മറിച്ച് നമ്മൾ 2 കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതാണ് അതിലും നല്ലതെന്ന് പറയുകയാണ്.
ഊനനായി ജീവനിൽ കടക്കുന്നതും 2 കൈയുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നത് നിനക്ക് നല്ലത്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. ഇനി നമ്മുടെ കാലാണ് നമുക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടിക്കളയുക. മുടന്തനായി ജീവനിൽ കടക്കുന്നതും 2 കാലുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നത് നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നു കളയുക എന്ന് പറയും. അപ്പോൾ ഇവിടെ ദൈവം കയ്യ്, കാല്, കണ്ണ് ഒക്കെ നിനക്ക് എന്തെങ്കിലും ഇടർച്ച വരുത്തുകയാണ് അതിനെ ചൂഴ്ന്നെടുക്കാൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും താൻ സൃഷ്ടിച്ച അല്ലെങ്കിൽ തൻ്റെ മക്കളായ നാം ഓരോരുത്തരെയും ഇങ്ങനെ നമ്മുടെ കയ്യോ കാലോ കണ്ണോ ഒന്നും കളയുവാനായി ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ഭാഗത്തിൽ, യേശു കയ്യോ കാലോ വെട്ടിക്കളയുവാനോ കണ്ണ് ചൂഴ്ന്നു കളയുവാനോ ജനത്തോട് ആവശ്യപ്പെടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ദൈവം ആവശ്യപ്പെടുന്നില്ല. കാരണം ദൈവം സൃഷ്ടിച്ച തൻ്റെ ജനത്തിനെ ഒരു ചെറുതായി പോലും വേദനിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ അവർ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തെന്നാൽ അതിൽ രസം വരുത്തും, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും. എന്നാൽ നരകത്തിൽ നിത്യമായ തീയുണ്ട്, കെടാത്ത പുഴുണ്ട് എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവിടെ അതും ചോദിച്ചിട്ടുണ്ട്, നിത്യമായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നരകാഗ്നി പറയുന്നുണ്ടോ? ശരിക്കും അങ്ങനെ ഒരു നരകാഗ്നി കാണുമോ? അതായത് ഇത് ദൈവം ഉപദേശിച്ച് കൊടുക്കുകയാണ്. ആ പാപത്തിൻ്റെ ഒരു ഫലം നമുക്ക് കാട്ടിത്തരികയാണ്. അത്രയും വലുത്. നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നിത്യമായ തീയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് ഒരിക്കലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ നോക്കി നിന്ന് രസിക്കുകയില്ല. മറിച്ച് അവർക്കൊരു നാശമുണ്ടാവും. തൻ്റെ പാപത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കും. അത് ആ മനുഷ്യന് വ്യക്തമാക്കി കൊടുക്കുവാനാണ് ദൈവം ഇപ്രകാരമുള്ള ഉപമകളിലും ഉപദേശങ്ങളിലൂടെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാതെ താൻ അവിടെ കയ്യോ കാലോ കണ്ണോ ഒന്നും ചൂഴ്ന്നെടുക്കുവാനോ എന്നും ആ ഒരു പാപത്തിൻ്റെ പേരിൽ നമ്മൾ ആ അഗ്നിയിൽ കിടന്ന് നീറുന്നതോ കണ്ട് രസിക്കുവാനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു എന്നതാണ്. അതിൻ്റെ 1-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഇതിൻ്റെ ഭാഗം 2 വരുന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ആരാണ് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസ് അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉറപ്പിച്ച് പറയുന്നു, ഇത് ക്രിസ്തു ആകുന്നു. എന്നിട്ട് നമ്മൾ യേശുവിൻ്റെ യാത്ര അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ക്രൂശ് യാത്ര തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലും പഠിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരികയാണ് തൻ്റെ കഷ്ടതയെപ്പറ്റി, താൻ ആരാണ്, തൻ്റെ യാത്രയെപ്പറ്റി, അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് പറയുകയും തൻ്റെ ശിഷ്യന്മാർക്ക് വലിയവനല്ല മറിച്ച് ദാസനായിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്നും, അതേപോലെ തന്നെ ഒരു ആരോഗ്യമുള്ള മനുഷ്യനായി നരകത്തിലിരിക്കുന്നതല്ല മറിച്ച് ചെറിയ ഊനമായാലും സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ഇരിക്കുന്നത് അത്രയും നല്ലത് എന്നുമാണ് നാം ഈ ഒരു പാഠത്തിൽ പഠിച്ചത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഈ ഒരു പാഠം ഏഴകൾക്ക് വളരെ ചെറിയതായ രീതിയിൽ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കുറവശങ്ങൾ ഉണ്ടായിരിക്കാം കർത്താവേ, തെറ്റുകൾ ഉണ്ടായിരിക്കാം ദൈവമേ, എന്നാലും ഞങ്ങൾക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാനും ഇത് ദൈവമേ നന്നായി പറയുവാനും ദൈവം ഞങ്ങളെ വഴിയൊരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് കൂടുതലായി ഇനി ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. ഈ പഠിച്ചതൊക്കെയും ആ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തതൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗസ്നായ ദൈവം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും കേട്ട് വേഗം ഉത്തരവരുളുമാറാണമേ.